വീടിന്റെ മുൻവശം മനോഹരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 2026 ചെലവ് കുറഞ്ഞതും കാണാൻ അതിമനോഹരമായ കാർ പോർച്ചിന്റെ ഡിസൈനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാർ പോർച്ച് പണിയുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളും ഇതിന്റെ ചെലവുകളും പിന്നെ ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാർ പോർച്ചൊക്കെ പണിയുമ്പോൾ എല്ലാവർക്കും സംശയങ്ങളാണ്. ഇതിങ്ങനെ പണിയണം, എങ്ങനെ പണിയണം എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. പണിത് കഴിഞ്ഞിട്ട് അയ്യോ പഴുത്തത് ഇത് അബദ്ധമായോ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ളവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കാർ പോർച്ചിനെ കണ്ടിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇത് ഒരു അതിമനോഹരമായ ഒരു 2 നില വീടിന്റെ ഫ്രണ്ടിൽ പണിതിരിക്കുന്ന കാർ പോർച്ചാണ്. 2 വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിൽ പണിതിരിക്കുന്ന ഒരു പോർച്ചാണ്. 2 വണ്ടിയെ കൂടാതെ അത്യാവശ്യം അതിൻ്റെ സൈഡിൽ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ച് പണിയുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്, ഏറ്റവും ചിലവ് കുറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കും. ഒരു വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ കാർ പോർച്ച് പണിതിട്ടാണ് എല്ലാവർക്കും പറ്റുന്ന അബദ്ധം. കാർ പോർച്ചിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കാറിന്റെ വീതിയൊക്കെ ഏകദേശം ഒരു 12 അടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 14 അടിയുടെയോ അല്ല 16 അടിയുടെയോ ഒക്കെ കാർ പോർച്ച് പണി. അങ്ങനെ പണിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും വെയിലും മഴയും കൊള്ളും. അപ്പം അങ്ങനെ ആണ് എല്ലാവരും തന്നെ പണിത് വെക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പം ചിലവ് കുറയ്ക്കാമല്ലോ എന്നുള്ളതാണ് മെയിൻ ആശയം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. 2 സൈഡിലും കുറഞ്ഞത് ഓരോ മീറ്റർ അതിൽ കിട്ടുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ മഴയൊന്നും കൊള്ളാണ്ടിരിക്കുള്ളൂ. വെയിൽ പിന്നെയെന്ന് പറഞ്ഞാൽ രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ നല്ല സൂര്യൻ ചെരിഞ്ഞിരിക്കുന്ന സമയത്ത് വല്ലാണ്ട് ചെരിഞ്ഞടിക്കും. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. പക്ഷെ ഉച്ച വെയിലൊന്നും പരമാവധി ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ വെയിലൊക്കെ നല്ലോണം കുറയുന്നല്ലാതെ വെയിൽ നേരെയാകും. അപ്പോഴത്തേക്കും വെയിൽ കൊള്ളരുത് എന്നൊക്കെ ചിന്തിച്ച് ചെയ്യണം. എല്ലാ സൈഡിൽ നിന്നും മിനിമം 1 മീറ്റർ ആയാലും ഗ്യാപ്പ് കിട്ടണം. എന്നാലേ പിന്നെ സുഖമായിട്ട് വണ്ടി കിടക്കുള്ളൂ. അതിലും എത്രയും കൂട്ടാവുന്നു അത്രയും നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് പണിയുന്നതുകൊണ്ട് കാര്യമല്ലോ. മിക്കവരും പണിയുന്നത് കറക്റ്റ് വണ്ടിയുടെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കറക്റ്റായിരിക്കും. എന്നിട്ട് സൈഡിൽ വല്ല ബോണറ്റിലൊക്കെ തുണി ഇടലും പരിപാടിയൊക്കെയാണ്. ഫ്രണ്ട് ഗ്ലാസ്സിൽ തുണി ഇടും. കാരണം പിന്നെ മെയിനായിട്ട് വെയിലടിക്കുന്ന പ്രശ്നവും പൊടി കാറ്റ് എല്ലാ വിഷയമാണ്, നനയുന്ന വിഷയങ്ങൾ. ഇത് മാറാൻ വീണ്ടും ഇതുപോലെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അളവുകളെ കുറിച്ച് മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. കറക്റ്റ് അളവിൽ പണിയാതിരിക്കുക. ചിലപ്പം കറക്റ്റ് അളവിൽ പണിയുന്നതിനെക്കാട്ടും ഒരു 5000 രൂപയുടെ ഒക്കെ ഡിഫറൻസേ വരുള്ളൂ കുറച്ചും കൂടി വലുപ്പത്തിൽ പണിയുമ്പോൾ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അതിന് വെയിലടിക്കുന്നോ പ്രശ്നമാകുന്നോ ഒന്നും ചിന്തിക്കണ്ട. അങ്ങനെ വേണം ചെയ്യാൻ. അതാണ് എല്ലാവർക്കും പറ്റുന്ന അബദ്ധം. എങ്ങനെയെങ്കിലും ചിലവ് കുറഞ്ഞ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 22 അടിയുടെ ലെങ്തുള്ള കാർ പോർച്ചാണ്. 22 അടി സ്ക്വയർ, അതായത് 22 അടി ഉള്ളു 2 സൈഡിലും ശരിക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മഴയും ചാറ്റിലും ഒന്നും അടിക്കാൻ പോകുന്നില്ല. പിന്നെ ഭയങ്കര മോഡലുകളോ ഒന്നും ചെയ്യാത്ത ഒരു കാണാൻ സിമ്പിളായിട്ടുള്ളൊരു സംഭവം. 4 തൂണ് തന്നെ കൊടുത്തിട്ടുണ്ട്. തൂണിന് കുറച്ച് വലിപ്പം കൊടുത്തിട്ടുണ്ട്. 4x4 പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും ഒരു സൈഡിലും നമ്മൾ ബോർഡറായിട്ട് 8x1 പൈപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ബോർഡർ മാത്രമാണ് കാണുമ്പോൾ ഒരു ഭംഗി വരുന്നത്. അതും 2 സൈഡിലേ ചെയ്തിട്ടുള്ളൂ. പുറകുവശത്ത് പാത്ത് വെച്ചിരിക്കുന്നു. ഫുൾ സൈഡിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് ഓപ്പണാക്കി വിട്ടിരിക്കുകയാണ്. കാരണം അവിടെ പുറത്തുനിന്ന് കാണുന്നില്ല, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നില്ല. വീടിൻ്റെ അടുക്കള സൈഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ഭാഗം കാണുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ബോർഡറൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഫ്രണ്ട് വശത്ത് മാത്രം. ബോർഡറിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിൻറ്റ് മഴ നനഞ്ഞിരിക്കുന്നതായിരിക്കുമല്ലോ ബോർഡർ. അത് പൈപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പെയിൻറ്റ് അത് ബോർഡറിന് മാത്രം ഓരോ കോട്ട് പെയിൻറ്റ് ഓരോ വർഷത്തിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പുതിയൊരു ന്യൂ ലുക്കും കിട്ടും. പിന്നെ അതുപോലെ തന്നെ അടിവശം സീലിംഗ് ചെയ്യാനും പറ്റും. സീലിംഗ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ചെറിയ വണ്ടി ആയിരിക്കുമല്ലോ ആദ്യം ഉണ്ടാവുക. അപ്പം തന്നെ ഒരു പോർച്ച് അടിക്കും. പക്ഷേ ഒരു വലിയ വണ്ടി കൂടി വെക്കാനുള്ള സ്പേസ് നമ്മൾ ആലോചിക്കണം. നമ്മളിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ ആളൊക്കെ കൂടുതലുണ്ടെങ്കിൽ 4 പേര് എന്നുള്ള 5 പേരും 6 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വണ്ടിയായിരിക്കും ആവശ്യം വരിക. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയും കൂടി വെക്കാൻ വേണ്ടിയുള്ള പറ്റുന്ന രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ 2 കാർ ഇടാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. അത് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലോ. 2 കാർ ഇടാൻ പറ്റുവാണെങ്കിൽ സുഖമാണ്. പിന്നെ ഒരു കാറും ഒരു 2 ബൈക്കെങ്കിലും മിനിമം വെക്കാൻ പറ്റണം. കറക്റ്റ് ഒരു കാർ ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ പണിത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അബദ്ധമായിരിക്കും. അതുപോലെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അതുപോലെ ചെയ്തു വെക്കുന്നത്. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് മൊത്തത്തിൽ ചിലവ് വന്നിരിക്കുന്നത് 65,000 രൂപയാണ് ഇതിന് മൊത്തത്തിൽ ചിലവ് വന്നിരിക്കുന്നത്. കാരണം വലിയ ഒരു 3.5-ൻ്റെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഏറ്റവും കട്ടി കൂടിയ ഷീറ്റൊന്നും ഇല്ല ഇട്ടിരിക്കുന്നത്. 3.5-ൻ്റെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അത്രയും ചിലവേ വന്നിട്ടുള്ളൂ. പിന്നെ തൂണൊക്കെ ആണെങ്കിൽ 4 തൂണ്, ഇച്ചിരി കട്ടി കൂടിയ തൂണ് കൊടുത്തു എന്ന് മാത്രം, 4 പൈപ്പ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമൽ രീതിയിൽ ചെയ്തിരിക്കുന്ന പോർച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അങ്ങനെ ഒരു കാർ പോർച്ചൊക്കെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. പിന്നെ ഇപ്പം എല്ലാവരും പിന്നെ N ടൈപ്പും V ടൈപ്പ് പോർച്ചൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പോർച്ചിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർ പോർച്ചൊക്കെ ചെയ്തിട്ട് അബദ്ധം പറ്റിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറക്റ്റ് അളവിലൊക്കെ ചെയ്തിട്ടും പിന്നെ രണ്ടാമത് എക്സ്റ്റെൻഡ് പിന്നെ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. കാരണം ഇതുപോലെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ട് നമ്മളന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതെ വീണ്ടും അങ്ങനെ ചെയ്തിട്ട് രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്ത ഒത്തിരി വീടുകൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. കാരണം ഈ വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ചിലപ്പോൾ കറക്റ്റ് 10 ഷീറ്റ് ഇട്ടാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോഴത്തേക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി മാറുമ്പോഴത്തേക്കും പോർച്ച് വലുതാക്കണം, വണ്ടി വലുതാക്കണം എന്നൊക്കെ തോന്നും. അന്നേരത്തേക്ക് ഇത് പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും ചെയ്യും, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ന്യൂ ലുക്ക് എന്തായാലും കിട്ടില്ല. അത് ഒരു ഏച്ചി കെട്ടിയ മുളച്ചിരിക്കുന്നു പറയുന്ന പോലെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലെ പോർച്ചിൻ്റെ വലിപ്പവും നനയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വീടിനോട് വിട്ടിട്ടാണ് ഇപ്പോഴത്തെ പോർച്ചുകളൊക്കെ ചെയ്യുന്നത്. ശരിക്കും വീടിനോട് ചേർന്ന് ചെയ്യുന്നവർ അതിനെ കൊണ്ടുള്ള ഗുണങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീടിനോട് വിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ റേറ്റിനെ കുറിച്ചും, ഇത് കൂടുതലാണോ അതോ കുറവാണോ, നിങ്ങളെ ഏരിയയിലുള്ളവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര റേറ്റിലൊക്കെയാണ് ചെയ്യുന്നതും എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇത് ശരിക്കും JSWൻ്റെ ഷീറ്റാണ്, JSW കളർ പ്ലസിൻ്റെ ഷീറ്റാണ്. നിങ്ങളുടെ ഏരിയയിൽ കിട്ടുന്ന ഷീറ്റ് ഏത് കമ്പനിയാണെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യണേ. ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് JSW പിന്നെ ഓക്സി ആയ 2 ഷീറ്റുകളാണ് മെയിൻ. പിന്നെ ടാറ്റയുടെ ഷീറ്റ് കിട്ടും. ടാറ്റയുടെ ഷീറ്റ് ഇപ്പോൾ അങ്ങനെ പഴയ പോലെ വൻതോതിലൊന്നും മാറി വിടുന്നില്ല. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ് ചെയ്യണം. അപ്പോൾ പുതിയ ഇതുപോലുള്ള വീഡിയോയുടെ വർക്കുകളുടെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടിയും ഒന്ന് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് രണ്ടും വെറൈറ്റി വണ്ടിയാണ്. 2 സാധാരണ വീടുകളിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ 2 വണ്ടികളാണ് ഈ വീട്ടിലുള്ളത്.